LDFന്റെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നറിയാം. അത് കഴിഞ്ഞ വർഷമൊക്കെ അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ, വർഷങ്ങളായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പൂട്ടിക്കെട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഇന്ന് ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിർണായക ചർച്ചയുണ്ട്. ദക്ഷിണ റെയിൽവേ അധികൃതരും റെയിൽ പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 എറണാകുളത്ത് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ തോന്നാം, എന്താണിപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് സിൽവർ ലൈനിൽ ചർച്ച? അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ലോക്സഭയിലടക്കം ഈ വിഷയം വന്നിരുന്നു. അതായത് ഇത് പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലല്ല, അല്ലേ? പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പുതിയ DPR നൽകി കഴിഞ്ഞാൽ അതിൽ പോസിറ്റീവായ ചർച്ചയാകാം എന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. അതെ, ഇപ്പോൾ DPRലടക്കം വിശദമായ ചർച്ച നടക്കുമെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24നോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. റെയിൽ കോർപ്പറേഷൻ സംസ്ഥാന ഗവൺമെൻറ് മാത്രം കോർപ്പറേഷൻ അല്ല, അത് കേന്ദ്ര റെയിൽവേയും സംസ്ഥാനം കൂടി സംയുക്ത കോർപ്പറേഷൻ അവരുണ്ടാക്കിയ ഒരു DPR ആണ്. ആ DPR ആണ് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ മാറ്റങ്ങൾ വരുത്തി വ്യക്തതയുണ്ടാക്കണമെങ്കിൽ അതിനുള്ള അധികാരമുണ്ട് റെയിൽവേക്കുണ്ട്. വന്ദേ ഭാരത് വന്നതിന് ശേഷം ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റത്തിനൊരു എതിർപ്പില്ല. അത് വേണമെന്ന് എല്ലാവരും കൂടി മനസ്സിലാക്കും. നേരത്തെ ഇതേ വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, അത് മാറി. നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം വേണം. അതെങ്ങനെ വേണം അത് പരിശോധിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചർച്ചയെങ്കിൽ മറുഭാഗത്ത് റെയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രകടനവും പ്രതിഷേധ സംഗമവും ഒക്കെ നമ്മൾ നടക്കും. ഈ മഞ്ഞക്കൽ പിഴുതെറിയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ സമരസമയത്ത് കണ്ടതാണ്. പക്ഷെ അവർ ഈ പറയുന്നത് റെയിൽ വേണ്ടേ വേണ്ട എന്ന സമരം മുഖ്യ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വീണ്ടും ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധവും ആ രീതിയിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ പക്ഷം, അല്ലെ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ സജീവമാണ്. നമ്മുടെ മിനി ചേച്ചി പറയുന്നു, മോർണിംഗ് വാക്ക് പോകുന്ന സ്ഥലം തലേ ദിവസം പറയാമെങ്കിൽ സ്ഥിരം പ്രേക്ഷകർ ആരെങ്കിലും ആ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം വന്നിട്ട് വൈനോട് ഞങ്ങൾ എല്ലാ ദിവസവും തലേ ദിവസം പറയുന്നുണ്ടല്ലോ, ഈ കാർഡൊന്നും കാണുന്നില്ല മിനി ചേച്ചി, അല്ലേ? ടൂ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടുകാരൻ ഷഫീർ മണ്ണാർക്കാട് ആ പാലക്കാട് പോലീസ് സ്റ്റേഷന്റെ അച്ചീവ്മെന്റ് പറഞ്ഞപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞിട്ടൊരു ഗംഭീര അഭിമാനം കൊള്ളുന്ന ഒരു കാഴ്ച കണ്ടു.